ബാഴ്സയ്ക്ക് എതിരാളികളായി PSG, റയലിന് കോർക്കേണ്ടത് വൈരികളായ മാഞ്ചസ്റ്റർ സിറ്റിയുമായി. ലിവർപൂളിന് എതിരാളി അത്ലറ്റിക്കോ മാഡ്രിഡ്. ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടർ സാധ്യതാ പട്ടിക പുറത്തു വരുമ്പോൾ പല വമ്പന്മാർക്കും ഉള്ളകിടുങ്ങുന്നുണ്ട്. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല എതിരാളികളിലൊന്നിനെ പ്രീ ക്വാർട്ടറിൽ തന്നെ നേരിടേണ്ടി വന്നേക്കാം. ആരൊക്കെയാകും പ്രീ ക്വാർട്ടറിൽ ഏറ്റുമുട്ടുക? എങ്ങനെയാണ് പ്രീ ക്വാർട്ടർ ഡ്രോ തിരഞ്ഞെടുക്കുന്നത്? പരിശോധിക്കാം. പ്രീ ക്വാർട്ടറിലെത്തിയ 16 ടീമുകളെ പ്രധാനമായും 2 പോട്ടുകളിലായാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന്, സീഡഡ് ടീമുകൾ, അതായത് ലീഗ് ഘട്ടത്തിൽ ആദ്യ 8 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്ത ടീമുകളാണിവർ. ഇവർക്ക് നേരിട്ട് പ്രീ ക്വാർട്ടർ യോഗ്യത ലഭിച്ചു. ആഴ്സണൽ, ബയൺ മ്യൂണിക്, ലിവർപൂൾ, ടോട്ടനം, ബാഴ്സലോണ, മാഞ്ചസ്റ്റർ സിറ്റി, ചെൽസി, സ്പോർട്ടിംഗ് ലിസ്ബൺ എന്നിവരാണ് ആ 8 ടീമുകൾ. ഇനി 8 അൺസീഡഡ് ടീമുകളുമുണ്ട്. ലീഗ് ഘട്ടത്തിൽ 9 മുതൽ 24 വരെ സ്ഥാനങ്ങളിൽ വരികയും പിന്നീട് നടന്ന നോക്കൌട്ട് പ്ലേ ഓഫ് മത്സരങ്ങൾ ജയിച്ചു വരികയും ചെയ്ത 8 ടീമുകളാണിവർ. സാക്ഷാൽ റയൽ മാഡ്രിഡ്, PSG, ന്യൂകാസിൽ യുണൈറ്റഡ്, അത്ലറ്റിക്കോ മാഡ്രിഡ്, അറ്റ്ലാന്റ, ലെവർക്യൂസൻ, ഗലാറ്റസറായ്, ബോഡോ ഗ്ലിംറ്റ് എന്നിവരാണ് അൺസീഡഡായ 8 ടീമുകൾ. ഈ 16 ടീമുകളിൽ 6 ഇംഗ്ലീഷ് ക്ലബ്ബുകളാണ്. സ്പെയിനിൽ നിന്ന് 3, ജർമ്മനിയിൽ നിന്ന് 2, ഇറ്റലി, ഫ്രാൻസ്, പോർച്ചുഗൽ, തുർക്കി, നോർവേ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ ടീം വീതവുമുണ്ട്. ഓരോ സീഡഡ് ടീമും ഒരു അൺസീഡഡ് ടീമിനെ നേരിടുന്ന വിധത്തിലാകും പ്രീ ക്വാർട്ടർ ഡ്രോ നടക്കുക. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണത്തെ നറുക്കെടുപ്പിൽ ചില പ്രധാന മാറ്റങ്ങളുണ്ട്. ഒന്ന്, പുതിയ നിയമപ്രകാരം ഒരേ രാജ്യത്തെ ക്ലബ്ബുകൾ തമ്മിൽ പ്രീ ക്വാർട്ടറിൽ ഏറ്റുമുട്ടാൻ തടസ്സമില്ല. അതായത് ഒരു ഇംഗ്ലീഷ് ക്ലബ്ബിന് മറ്റൊരു ഇംഗ്ലീഷ് ക്ലബ്ബിനെ തന്നെ എതിരാളിയായി ലഭിക്കാം. മറ്റൊന്ന്, ലീഗ് ഘട്ടത്തിൽ പരസ്പരം കളിച്ച ടീമുകൾ വീണ്ടും പ്രീ ക്വാർട്ടറിൽ ഏറ്റുമുട്ടാനും സാധ്യതയുണ്ട്. ഈ വർഷത്തെ യുവേഫ പുറത്തുവിട്ട പ്രീ ക്വാർട്ടർ ഡ്രോ സാധ്യത ഇങ്ങനെയാണ്. പ്ലേ ഓഫ് കടന്നു വന്ന ടീമുകളെ മുൻനിർത്തി മാനുവലായാണ് നറുക്കെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ PSG-ക്ക് ബാഴ്സയോ ചെൽസിയോ എതിരാളികളായി വരാം. PSG-യെ കിട്ടിയില്ലെങ്കിൽ ഈ ടീമുകൾക്ക് ന്യൂകാസിലിനെയാകും എതിരാളികളായി കിട്ടുക. ലിവർപൂളിനും ടോട്ടനത്തിനും ഗലാറ്റസറായ് അല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡാണ് സാധ്യത. റയലിന് സ്പോർട്ടിംഗ് ലിസ്ബൺ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി. സിറ്റിക്ക് റയലിനെ കിട്ടിയില്ലെങ്കിൽ ബോഡോ ഗ്ലിംറ്റിനെ കിട്ടും. ആഴ്സണലിനും ബയേണിനും 2 സാധ്യതയാണുള്ളത്. ഒന്നുകിൽ അറ്റ്ലാന്റ അല്ലെങ്കിൽ ബയർ ലെവർക്യൂസൻ. അപ്പോൾ പ്രധാനമായും ഉയരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ടോപ്പിലെത്തിയത് കൊണ്ട് ടീമുകൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? തീർച്ചയായും ഉണ്ട്. ആദ്യ 4 സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകൾക്ക് പ്രീ ക്വാർട്ടറിലും ക്വാർട്ടർ ഫൈനലിലും 2ാം പാദ മത്സരം സ്വന്തം നാട്ടിൽ കളിക്കാം. ഇത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് സെമി ഫൈനലിലും സെക്കൻഡ് ലെഗ് മത്സരം ഹോമിൽ തന്നെ കളിക്കാം. കൂടാതെ ലീഗ് ഘട്ടത്തിൽ ഓരോ സ്ഥാനത്തും ഫിനിഷ് ചെയ്യുന്നവർക്ക് യുവേഫ പ്രത്യേകമായ സാമ്പത്തികമാണ് നൽകുന്നത്. സ്വാഭാവികമായും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഉയർന്ന സ്ഥാനമുള്ളവർക്ക് കൂടുതൽ പണം ലഭിക്കും. കൂടാതെ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത ടൂർണമെൻറ്റ് ബ്രാക്കറ്റാണ്. ടെന്നീസ് ടൂർണമെൻറ്റുകളിലേതുപോലെ പ്രീ ക്വാർട്ടർ നറുക്കെടുപ്പ് നടക്കുമ്പോൾ തന്നെ ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും ഏതൊക്കെ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗ്രൂപ്പ് ഘട്ടത്തിലെ 1ഉം 2ഉം സ്ഥാനക്കാർക്ക് ഫൈനലിന് മുമ്പ് പരസ്പരം ഏറ്റുമുട്ടേണ്ടി വരില്ല എന്ന രീതിയിലാണ് ഈ ബ്രാക്കറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ഫിഫ ലോകകപ്പിൻ്റെ ഡ്രോയും ഇതേപോലെ തന്നെയാണ് ഒരുക്കിയിരുന്നത്. ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 4-ലുള്ളവർ സെമി വരെ ഏറ്റുമുട്ടില്ല എന്ന രീതിയിലായിരുന്നു ലോകകപ്പിൻ്റെ ഡ്രോ. പ്രീ ക്വാർട്ടർ ഡ്രോ ഫെബ്രുവരി 27 വെള്ളി വൈകിട്ട് 4:30 സ്വിറ്റ്സർലാൻഡിൽ നടക്കും. പ്രീ ക്വാർട്ടറിലെ ആദ്യ ലെഗ് മത്സരങ്ങൾ മാർച്ച് 10-നും 11-നുമായി നടക്കും. സെക്കൻഡ് ലെഗ് മാർച്ച് 17, 18 തീയതികളിലാണ്. ആരായിരിക്കും യൂറോപ്പിൻ്റെ പുതിയ രാജാവ്? ആഴ്സണൽ ആദ്യമായി യൂറോപ്പ് ഭരിക്കുമോ? അതോ ബയൺ പ്രതാപം തിരിച്ചു പിടിക്കുമോ? UCL-ലെ ഒരേയൊരു രാജാവ് തങ്ങളാണെന്ന് റയൽ വീണ്ടും തെളിയിക്കുമോ? അതോ ബാഴ്സ പതിറ്റാണ്ടായി തുടരുന്ന കാത്തിരിപ്പ് അവസാനിപ്പിക്കുമോ? കാത്തിരിക്കാം.